നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം അഞ്ചൽ വെസ്റ്റ് സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നേരെ സഹപാഠികളുടെ ക്രൂരമർദ്ദനം. ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് മർദ്ദനമുണ്ടായത്. വിദ്യാർത്ഥിക്ക് മർദ്ദനത്തെ തുടർന്ന് പരിക്കേറ്റതായി മാതാപിതാക്കൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംഭവത്തിന് പിന്നാലെ മാതാപിതാക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. എൻ്റെ മോനാണ് അഞ്ചൽ വെസ്റ്റ് സ്കൂളിൽ പഠിക്കുന്ന അഭിനവ് PS. അവൻ ഇന്നലെ 3:30 മണിക്ക് സ്കൂൾ വിട്ട് 3:40 വണ്ടിയിൽ വീട്ടിൽ വരാൻ അവൻ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 5 മണിക്ക് ബസ്സുള്ളൂ. അപ്പോൾ ആ 3:45 ബസ്സിൽ വരാനായിട്ട് വന്ന വഴിക്കാണ് അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളായിട്ടുള്ള 4 കുട്ടികൾ ഒരാൾ തോളിൽ കൈയിട്ടിട്ട് ഇങ്ങോട്ട് വാ അഭിനവേ എന്ന് വിളിച്ചിരുന്നു പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ബസ്സിൽ പോകേണ്ടതാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ പുറകിൽ നിന്ന് വേറൊരു കുട്ടി വന്ന് അവൻ്റെ കോളറിലൊക്കെ കുത്തിപ്പിടിച്ചങ്ങ് സൈഡിലോട്ട് കൊണ്ടു ചെന്നിട്ട് മാരകമായി ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അറിഞ്ഞില്ല, വീട്ടിലൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. വൈകിട്ടാണ് അവൻ്റെ അച്ഛൻ വന്നപ്പോഴാണ് പുറത്തുള്ളൊരു കുട്ടിയുടെ അച്ഛനാണ് കൊണ്ടുവന്ന് ഞങ്ങളെ വീഡിയോ കാണിച്ചതും വിവരങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ അറിയുന്നതും. വീഡിയോ കണ്ട് അവനെ ഒരുപാട് ഉപദ്രവിച്ചു. ഈ സമയത്ത് അവൻ സ്കൂളിൽ നിന്ന് വന്ന് അവശനായിട്ടാണ് വന്നത്. പനിയാണെന്നും പറഞ്ഞു അവൻ കയറി കിടക്കുകയും ചെയ്തു. പാരസെറ്റമോളിൻ്റെ ഗുളികയൊക്കെ കഴിച്ചുകൊണ്ട് അവൻ കിടന്നു. അങ്ങനെ അച്ഛൻ വന്ന് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞാൻ വിഷമിക്കുമെന്നുള്ളത് വെച്ച് അവൻ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. മാരകമായിട്ട് ഉപദ്രവിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ അവന് ഒട്ടും വയ്യാത്ത അവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അങ്ങനെ അവിടെ ചെന്ന് കൈക്ക് ഫ്രാക്ചറുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ സാറുമാരൊക്കെ വീടുകളിൽ വന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ രാവിലെ അവൻ എഴുന്നേറ്റപ്പോൾ അവന് യൂറിൻ പാസ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആഹാരം കഴിക്കാനൊക്കെ വലിയ പാടായിരുന്നു. തലവേദനയും കഴുത്തൊന്നും ചരിച്ച് അവന് പിടിക്കാനും ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ ചെന്ന് സാറിനെ അറിയിച്ചു. അവരുടെ അനുസരിച്ച് ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ അവിടുത്തെ PTA എല്ലാവരും ഞങ്ങൾ അവരെ പുറത്താക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ കുട്ടികൾ നിരന്തരം ഉപദ്രവകാരികളായ കുട്ടികളാണ്. അവരെ എന്താണെന്ന് എനിക്കറിയില്ല പറയാൻ. നേരത്തെയും വലിയ വിഷയക്കാരാണ്. സ്കൂളിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള കുട്ടിയാണ്. ജനുവരി മാസം 1-ാം തീയതി അവനെ ഒരു കുട്ടിയെ അടിച്ചിട്ട് കാലിൽ പിടിച്ച് തറയിലിടിച്ചിട്ട് അവനെ സസ്പെൻഡ് ആയിട്ടുള്ളതാണ്. എന്നിട്ടും അവർ ഒത്തുതീർപ്പിലൂടെ എല്ലാം റെഡിയാക്കിയിട്ട് അവനെ സ്കൂളിൽ കയറ്റിയതാണ്. എന്നിട്ടാണ് ഇങ്ങനെയുള്ള വേലകൾ കാണിക്കുന്നത്. ഇനി ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും ഈ ഗതി വരല്ലേ. അവനെ ഈ കൊടും ക്രിമിനലുകളെയെല്ലാം സ്കൂളിൽ നിന്ന് പുറത്താക്കി അതിനുള്ള മേൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ ട്യൂഷൻ സെൻറ്ററിൽ വെച്ച് കുട്ടികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്നുകൊണ്ട് ഇന്നലെ സ്കൂൾ വിട്ടതിന് ശേഷം സ്കൂൾ ക്യാമ്പസിന് പുറത്തായിട്ട് വൈകിട്ട് 4 മണിക്ക് ശേഷം കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് സ്കൂളിൽ അവർ പരാതി നൽകിയിട്ടുണ്ട്. സ്കൂൾ ക്യാമ്പസിന് പുറത്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ വേണ്ട നടപടി എടുക്കാൻ വേണ്ടി നമ്മൾ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പേരൻസിൻ്റെ പരാതി സ്കൂളിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് PTA മീറ്റിംഗ് കൂടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത് അറിയുന്നതിൻ്റെ ഭാഗമായി മുഴുവൻ പേരൻസിനെ നമ്മൾ വിളിച്ച് അതിനുള്ള എൻക്വയറി നടത്തിയിട്ടുണ്ട്. കമ്മീഷൻ്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് സ്കൂൾ തീരുമാനം എടുക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് PTA പ്രസിഡൻറ്റും വാർഡ് മെമ്പറും ബ്ലോക്ക് മെമ്പറും ജില്ലാ മെമ്പറും സ്റ്റാഫും ഉൾപ്പെടുന്ന കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനം അന്വേഷിച്ച് എല്ലാ വിധത്തിലുള്ള രീതി അന്വേഷിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്കൂളിന് പുറത്തു വെച്ചായതുകൊണ്ട് പോലീസിൻ്റെ നിർദ്ദേശം കൂടെ പാലിച്ചേ നമുക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ കണ്ടിരുന്നു. അത് സ്കൂളിൻ്റെ പുറത്തു വെച്ചാണ് പോലീസ് കേസ് ഉള്ളത് കൊണ്ട് തന്നെ പോലീസിൻ്റെ FIR തുടങ്ങിയ നടപടികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പോലീസിൻ്റെ നിർദ്ദേശം കൂടെ പാലിച്ച് നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ അക്കാര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ.